കുഞ്ഞാക്ക 2 ദിവസമായിട്ട് ഇവിടെ ഇല്ല കേട്ടോ, ടൂറിലാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ രാവിലെ മദ്രസക്ക് ആക്കേണ്ട ഡ്യൂട്ടി എൻ്റേതാണ്. അതുകൊണ്ടാണ് മോക്കൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അവരാക്കി വന്നതിന് ശേഷം വേഗം ഞാൻ ചായക്ക് വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ പാലുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പാൽ ചായ കാച്ചും, അല്ലെങ്കിൽ സാധാ കട്ടനായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോൾഡൻ്റെ ചായപ്പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഈ ചപ്പും കുപ്പൊക്കെ ചായ കിടക്കുന്നത്. അതായത് ഈ ഒരു ചായപ്പൊടി അടിപൊളിയാണ് കേട്ടോ, നമുക്ക് കുറച്ചിട്ട് അതിന് നല്ല അടിപൊളി കളറൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ സച്ചുവിന് പാതിക്കുമ്പോൾ ചായയേക്കാളും കോഫിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ വൈകുന്നേരം ഞാൻ അവർക്ക് അധികം കോഫിയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. ഇനിയിപ്പോൾ മദ്രസ വിട്ട് വരുമ്പോഴും കൊണ്ടുവരാൻ ഞാൻ തന്നെ പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇടയ്ക്ക് ഇപ്പോൾ അവർ നടന്ന് വരാറുണ്ട്, പക്ഷേ അധികം നമ്മൾ കൊണ്ടുവരാറാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ തന്നെ പോകണം. അപ്പോൾ അവർ വരുമ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് ദോശയൊക്കെ സെറ്റാക്കി വെക്കും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ടൈം ഉണ്ടാവില്ല കേട്ടോ. ചായ എടുക്കുക കടിയെടുക്കുന്നു പറഞ്ഞിട്ടാണ് ഓടി ഉള്ള കയറൽ. അങ്ങനെ അവരെ കൊണ്ടുവരുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ചായ കൂടി തീർക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഡയറ്റിൽ എന്ന് പറയുമ്പോൾ ചില ദിവസം എനിക്ക് ഡയറ്റ് ഉള്ളൂ കേട്ടോ, അല്ലാത്ത ദിവസം ഞാൻ അരിഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ദോശയും ചിക്കൻ കറിയൊക്കെ കണ്ടപ്പോൾ ചെറുതായിട്ടൊരു പൂതി, അങ്ങനെ ഏതായാലും അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് എന്തായാലും ഇനി ഓട്സ് ഇല്ല കേട്ടോ. കുറച്ചധികം ചിക്കൻ കറിയും ഇന്നലത്തെ ചോറും കുറച്ചധികം ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചോറ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിവിടെ നെയ്ച്ചോറ് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം കുഞ്ഞാക്ക് അങ്ങനെ ഇപ്പോൾ നെയ്ച്ചോറും ബിരിയാണിയൊന്നും കഴിക്കാറില്ല കേട്ടോ, കൊളസ്ട്രോൾ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ച് നെയ്ച്ചോറ് വെക്കാനുള്ള സെറ്റപ്പിലും കാര്യത്തിലൊക്കെയാണ്. അപ്പോൾ ഏലക്കായ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഫാദിനെ പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ ഒരു പേക്ക് ഏലക്കായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സലാഡും കൂടെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അതിന് കക്കരിക്കെടുത്തപ്പോൾ അതും കുറച്ച് അരിഞ്ഞു വെച്ചു കേട്ടോ. എന്തെങ്കിലും പണിയെടുക്കുന്നതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ഹോബി. 7 ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്തിരി അവിടെ അങ്ങനെ എന്നെ നോക്കിച്ചിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ നെയ്യിലിട്ടൊന്ന് വറുത്തെടുത്തു. അപ്പോൾ പിന്നെ കുറേശ്ശെ അതും കഴിക്കാൻ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി കണ്ടാൽ പിന്നെ എൻ്റെ കൺട്രോൾ പോകും കേട്ടോ. എന്നെക്കായാണ് സച്ചും ഫാദിയും. പിന്നെ നമ്മൾ ചോറൊക്കെ വെക്കാൻ നോക്കിയാൽ അതിലൊരൊറ്റ അണ്ടിപ്പരിപ്പ് ഉണ്ടാവില്ല കേട്ടോ. വെറുതെ തിന്ന് കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ചോറിലിട്ടാൽ അവർക്ക് അത് അത്ര വലിയ ഇഷ്ടമല്ല. അങ്ങനെ എൻ്റെ നെയ്ച്ചോറ് കൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് റേഷൻ അരി കൊണ്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ നാത്തൂൻ്റെ കൂടെ പോകുമ്പോൾ അവിടെ നിന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തരാറുള്ളത്. നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിനേക്കാളും എനിക്ക് ഈ ഒരു അരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് സാധാ പച്ചരിയല്ല, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ സംഭവം. അണ്ടിപ്പരിപ്പൊക്കെ തിന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ മുന്തിരി മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി. അപ്പോൾ പിന്നെ അത് ചോറിലിടല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. ഇന്ന് രാവിലെ നീച്ചപ്പോൾ ബെഡൊന്നും സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നീച്ചവരെ മദ്രസക്കാക്കാൻ പോയ ആ ഒരു ഇതിൽ ഇതൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടാണ് ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തത്. ഉച്ചയായപ്പോഴേക്കും നമ്മുടെ ബിഗ് ബോസ് ഇട്ടിട്ട് കുറച്ചധികം നെയ്ച്ചോറും കൂടെ കഴിച്ചു. അപ്പോൾ എങ്ങനെയാ, സബ്സ്ക്രൈബ് ചെയ്യല്ലേ.